മകളെ ഡാൻസ് പഠിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിൽ അവളുടെ അമ്മ പിന്നിലൂടെ വന്ന് അന്നയുടെ കൈകളിൽ പിടിക്കുകയും അവളുടെ മുതുകിൽ ചവിട്ടുകയും ചെയ്തു. അന്ന കഠിനമായ വേദനയിലായിരുന്നു. പക്ഷേ അവളുടെ അമ്മ പിന്മാറിയില്ല. ഒടുവിൽ ഈ പ്രക്രിയയിൽ അവളുടെ നട്ടെല്ല് ഒടിഞ്ഞു. അനങ്ങാൻ വയ്യാതെ അന്ന നിലത്ത് കിടന്നു. പക്ഷേ അവളുടെ ഭാവം ആശ്വാസത്തിന്റേതായിരുന്നു. അമ്മയാകട്ടെ ഒരു കുറ്റബോധവുമില്ലാതെ അന്നയുടെ ശരീരത്തിലേക്ക് ഒരു പാവയുടെ സംവിധാനം സ്ഥാപിച്ചു. അവളെ ഒരു പാവയാക്കി മാറ്റി. അന്നയ്ക്ക് അതോടെ ഒരു സംഗീതപ്പെട്ടിയിലെ പോലെ കറങ്ങാനും നൃത്തം ചെയ്യാനും മാത്രമേ കഴിഞ്ഞുള്ളൂ. 10 വർഷത്തിലധികം കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ ഈ പാവയെ കണ്ടുമുട്ടി. വില്യം അതിൽ നിന്നും വെള്ള മൂടുപടം നീക്കം ചെയ്തു. അതൊരു പഴകിയ പാവയായിരുന്നെങ്കിലും ആ പെൺകുട്ടിക്ക് ഇപ്പോഴും യുവത്വം തോന്നിപ്പിച്ചു. തുടർന്ന് ലൂസി പാവയുടെ അടിഭാഗത്തുള്ള ദ്വാരത്തിൽ താക്കോൽ തിരുകി. അതിനോട് പ്രതികരിച്ചുകൊണ്ട് പാവ ഒരു യാന്ത്രികമായ ഭാവത്തോടെ കറങ്ങാനും നൃത്തം ചെയ്യാനും തുടങ്ങി. നൃത്തം അവസാനിക്കുമ്പോൾ അന്നയുടെ കണ്ണുകൾ തുന്നിച്ചേർത്തതിനാൽ കാഴ്ചയില്ലായിരുന്നെങ്കിലും മറ്റൊരാളുടെ സാന്നിധ്യം അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനാൽ അവൾ ചുറ്റും മണക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവൾ കൈ നീട്ടി ലൂസിയെ ശ്വാസം മുട്ടിച്ചു. എന്നാൽ ലൂസി വളരെ ശക്തനായിരുന്നതിനാൽ അവളെ തള്ളിമാറ്റി ബോധം കെടുത്തി. ലൂസി അന്നയുടെ കണ്ണുകളിലെ നൂലുകൾ മുറിച്ച് അവളുടെ കാഴ്ചയും ബുദ്ധിയും വീണ്ടെടുത്തു. അതോടെ അവൾ ലൂസിയെ ആക്രമിക്കുന്നത് നിർത്തി. ഒടുവിൽ അന്ന തിരമാലകളിളകുന്ന കടൽത്തീരത്ത് എത്തിച്ചേർന്നു.